Hi, welcome to Amiyas kitchen. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡിന്റെ ഹൽവ തയ്യാറാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വീറ്റ് ബ്രെഡാണ്. അതിന് പകരം നമുക്ക് വൈറ്റ് ബ്രെഡ് ആയാലും യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് മുറിച്ചെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇതിൻ്റെ വക്ക് കളയണമെന്നുണ്ടെങ്കിൽ കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ വക്കൊന്നും കളയണില്ല, ജസ്റ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾ താല്പര്യം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അണ്ടിപ്പരിപ്പിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറവാണതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വറവായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ നെയ്യിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. നെയ്യിലിട്ട് ബ്രെഡ് നന്നായിട്ട് വഴറ്റിയെടുത്താലേ നമ്മുടെ ഹൽവക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മധുരത്തിൻ്റെ അളവ് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ഈ പാലിലും ഈ പഞ്ചസാരയിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഈ പാലിൽ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ ഇത് അടി പിടിച്ച് പോവും. ഈ പാലൊക്കെ ഒന്ന് വഴറ്റി നമ്മൾ നെയ്യ് തെളിയണ വരെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ പാലൊക്കെ വറ്റി നമ്മുടെ ഹൽവ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി നമുക്കിത് നന്നായിട്ട് വഴറ്റണം. അപ്പോഴേ ഇതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞു വരുള്ളൂ. ഈ സ്റ്റേജിൽ മധുരം നോക്കിയിട്ട് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹൽവ നന്നായിട്ട് വഴറ്റി അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറും നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. അതും ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എള്ള് ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ അത് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. അതും ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഒരു 10 ബദാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് ഇതിന് നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈ ഹൽവ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ രീതിയിൽ തന്നെ സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പരത്തി കഴിഞ്ഞിട്ട് ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ നമുക്കിത് സെർവ് ചെയ്യാം. ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ചൂടോട് കൂടി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്